നമസ്കാരം. ഇൻഫർമേഷൻ മീഡിയയുടെ പുതിയൊരു വീഡിയോസിലേക്ക് എല്ലാ കൂട്ടുകാർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. ആധാർ കാർഡുമായി ബന്ധപ്പെട്ട വളരെ സുപ്രധാനമായിട്ടുള്ള അറിയിപ്പുമായിട്ടാണ് ഇൻഫർമേഷൻ വീഡിയോസ് വന്നിട്ടുള്ളത്. നമുക്കറിയാം, നമ്മുടെ ആധാർ കാർഡ് എടുക്കുന്ന സമയത്ത് അത് വെറും ഒരു രേഖ മാത്രമായിരുന്നു. അതിൽ കാര്യമായിട്ട് ഒരു അപ്ഡേഷനോ കൊടുക്കാത്തതൊന്നും പ്രശ്നമായിരുന്നില്ല. അതുകൊണ്ട് തന്നെ പല ആളുകളും അന്ന് ആധാർ കാർഡ് എടുക്കുന്ന സമയത്ത് ആധാർ കാർഡിലെ വോട്ടർ ഐ ഡി കാർഡോ പഴയ വോട്ടർ ഐ ഡി കാർഡോ മറ്റു രേഖകളോ കൊടുത്തായിരിക്കും ആധാർ കാർഡ് എടുത്തുക. അതിനുശേഷം ഇപ്പോൾ സർക്കാരിൻ്റെ ഒരു 10 വർഷം അല്ലെങ്കിൽ 12 വർഷമോ കഴിഞ്ഞതിന് ശേഷം എല്ലാ കാര്യങ്ങൾക്കും ആധാർ കാർഡ് നിർബന്ധമായി വന്നിരിക്കുകയാണ്. അതിനെക്കുറിച്ചെല്ലാം നമുക്കറിയാം. എന്നാൽ ആധാർ കാർഡിൽ വളരെ ശ്രദ്ധിക്കേണ്ട മാർച്ച് മാസം അല്ലെങ്കിൽ ഏപ്രിൽ മാസത്തിൽ ശ്രദ്ധിക്കേണ്ട വളരെ സുപ്രധാനമായ അറിയിപ്പുകൾ നോക്കാം. അതിനുമുമ്പായി ഇൻഫർമേഷൻ മീഡിയയുടെ വീഡിയോസ് നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. നമ്മുടെ ചാനലിൽ ഒരു തരത്തിലുള്ള രാഷ്ട്രീയ കാര്യങ്ങളും വരുന്നതല്ല. ഗവൺമെൻറ് ലഭിക്കേണ്ട സേവനങ്ങൾ, ആനുകൂല്യങ്ങൾ, അറിയിപ്പുകൾ എന്നിവയെക്കുറിച്ച് മാത്രമായിരിക്കും വീഡിയോസ് വരുന്നത്. ശ്രദ്ധിക്കുക, പല ആളുകളും പഴയ വീഡിയോസുകൾ കണ്ട് ആ ആനുകൂല്യങ്ങൾ ഇപ്പോൾ നിലവിലുണ്ടോ, ഞങ്ങൾ അറിഞ്ഞില്ല, അങ്ങനെ പല കാര്യങ്ങളും കമൻറ്റ് ബോക്സിൽ പറയാറുണ്ട്. അങ്ങനെയുള്ള ആളുകൾ പ്രത്യേകം ശ്രദ്ധിക്കുക. ഗവൺമെൻറ് സേവനങ്ങളിൽ എപ്പോൾ വേണമെങ്കിലും പുതിയ മാറ്റങ്ങൾ വരാം. ഏറ്റവും പുതിയ അറിയിപ്പുകൾ ലഭിക്കാൻ തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടി ക്ലിക്ക് ചെയ്യാൻ മറക്കരുത്. വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക. ആധാർ കാർഡ് അപ്ഡേറ്റ് ചെയ്യാൻ നമ്മുടെ കഴിഞ്ഞ 3 വർഷമായി സർക്കാർ പറയുകയാണ്. അതിന് കാരണമാണ് നമ്മൾ തുടക്കത്തിൽ പറഞ്ഞത്. ആധാർ കാർഡ് എടുത്ത സമയത്ത് നമ്മൾ കാര്യമായിട്ടുള്ള രേഖയും കൊടുക്കാതെയായിരിക്കും ആധാർ കാർഡ് എടുത്തിട്ടുണ്ടാവുക. അതുപോലെ തന്നെ അതിലെ ഡേറ്റ് ഓഫ് ബർത്ത്, നമ്മുടെ സർനെയിം, അഡ്രസ്സ് ഒന്നും ക്ലിയർ ആയിരുന്നില്ല. അന്നത് എടുക്കുന്ന സമയത്ത് പക്ഷേ അതൊരു ബുദ്ധിമുട്ടുള്ള കാര്യമായിരുന്നില്ല. പിന്നീട് അതെല്ലാം ചേഞ്ച് ചെയ്യാൻ സർക്കാർ ഒരുപാട് പ്രാവശ്യം പറഞ്ഞു. അതിനുശേഷമാണ് ലാസ്റ്റ് ഇപ്പോൾ സർക്കാർ അപ്ഡേറ്റ് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. നമ്മുടെ കൈവശമുള്ള ഫോട്ടോയുള്ള രേഖ വെച്ച് ആധാർ കാർഡ് അപ്ഡേറ്റ് ചെയ്യണമെന്ന് പറഞ്ഞു. എന്നാൽ പല ആളുകളും അന്ന് അപ്ഡേറ്റ് ചെയ്തിരുന്നില്ല. പക്ഷേ പിന്നീട് പല ആളുകളും ഓരോ സമയത്ത് അപ്ഡേറ്റ് ചെയ്യുകയുണ്ടായി. എങ്കിലും ഇപ്പോഴും അപ്ഡേറ്റ് പൂർത്തിയാക്കാത്ത ഒരുപാട് ആളുകൾ ഉണ്ടെന്നാണ് ഇപ്പോൾ സർക്കാർ പറയുന്നത്. അങ്ങനെയുള്ള ആളുകൾ നിർബന്ധമായിട്ടും ആധാർ കാർഡ് അപ്ഡേറ്റ് ചെയ്യുക. അല്ലാത്ത പക്ഷം അവർക്ക് ഒരുപാട് കാര്യങ്ങൾക്ക് ബുദ്ധിമുട്ട് അനുഭവപ്പെട്ടേക്കാം. നമ്മുടെ ആധാർ കാർഡുമായി ലിങ്ക് ചെയ്ത മൊബൈൽ നമ്പർ, ബാങ്ക് സംബന്ധമായിട്ടുള്ള കാര്യങ്ങൾ, ആധാർ കാർഡുമായി ബന്ധപ്പെട്ട സംഭവങ്ങൾ, വോട്ടർ ഐ ഡി കാർഡുമായി ബന്ധപ്പെട്ട സംഭവങ്ങൾ, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾക്ക് നമ്മൾ ആധാർ കാർഡുമായി ലിങ്ക് ചെയ്തിട്ടുണ്ട്. ഈ ലിങ്ക് ചെയ്ത എല്ലാ കാര്യങ്ങൾക്കും ചിലപ്പോൾ ബുദ്ധിമുട്ട് അനുഭവപ്പെട്ടേക്കാം. അതുകൊണ്ട് തന്നെ നിർബന്ധമായിട്ടും ആധാർ കാർഡ് അപ്ഡേറ്റ് ചെയ്യുക. അതുപോലെ തന്നെ ആധാർ കാർഡ് അപ്ഡേറ്റ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യമാണ് നമ്മുടെ ഫോൺ നമ്പർ. പല ആളുകളും ആധാർ കാർഡിൽ ഫോൺ നമ്പർ കൊടുത്തിട്ടുണ്ടാകും. പിന്നീട് ആ ഫോൺ നമ്പർ നമ്മൾ ചേഞ്ച് ചെയ്തിട്ടുണ്ടാകും. പക്ഷേ ചേഞ്ച് ചെയ്യുന്ന സമയത്ത് നമ്മൾ ആധാറിൽ അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ടാവില്ല. അങ്ങനെയുള്ള ആളുകൾ ശ്രദ്ധിക്കുക. ആധാറിലെ മൊബൈൽ നമ്പർ വളരെ ഇമ്പോർട്ടൻ്റ് ആയ ഒരു കാര്യം തന്നെയാണ്. നമ്മുടെ അക്കൗണ്ടിലുള്ള പണം മുഴുവൻ എടുക്കാൻ വരെ ആ OTPക്കോ അല്ലെങ്കിൽ അതിലേക്കൊരു നമ്പറിനോ സാധിക്കും. അതുകൊണ്ട് തന്നെ നിർബന്ധമായിട്ടും ആധാർ കാർഡിലെ മൊബൈൽ നമ്പർ അപ്ഡേറ്റ് ചെയ്ത് വെക്കുക. ആധാറിലെ മൊബൈൽ നമ്പർ അപ്ഡേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ സ്വയമായി തന്നെ നമുക്ക് പല സംഭവങ്ങളും, ആധാറിലെ അഡ്രസ്സ് മാറ്റൽ, അങ്ങനെ പല കാര്യങ്ങൾക്കും നമുക്ക് സ്വന്തമായി തന്നെ ചെയ്യാനും സാധിക്കുന്നുണ്ട്. അതുപോലെ തന്നെ പല ആളുടെയും വിഷയമാണ് ആധാറിലെ ഡേറ്റ് ഓഫ് ബർത്ത്. ആധാർ കാർഡിൽ നമ്മൾ കൊടുക്കുന്ന സമയത്ത് നമ്മൾ മുകളിൽ പറഞ്ഞതുപോലെ തന്നെ പഴയ വോട്ടർ ഐ ഡി കാർഡ് കൊടുത്തുകൊണ്ട് തന്നെ പല ആളുടെയും ആധാർ കാർഡിലെ ഡേറ്റ് ഓഫ് ബർത്ത് വ്യത്യാസം വന്നിട്ടുണ്ട്. ഇപ്പോൾ വളരെ ബുദ്ധിമുട്ടാണ് ആധാറിലെ ഡേറ്റ് ഓഫ് ബർത്ത് തിരുത്താൻ വേണ്ടി. അങ്ങനെയുള്ള ആളുകൾ നിർബന്ധമായിട്ടും ആധാറിലെ ഡേറ്റ് ഓഫ് ബർത്ത് തിരുത്താനുള്ള ശ്രമങ്ങൾ നടത്തുക. നിങ്ങൾ അക്ഷയ കേന്ദ്രങ്ങളിൽ ചെന്ന് കഴിഞ്ഞാൽ എന്തെല്ലാം കാര്യങ്ങളാണ് ചെയ്യേണ്ടതെന്ന് അവർ പറഞ്ഞു തരും. അതിനനുസരിച്ച് കൃത്യമായി തന്നെ ചെയ്യുക. കഴിഞ്ഞ 2 വർഷം വരെ ആധാർ കാർഡ് എല്ലാ കാര്യങ്ങളും തിരുത്താൻ നമുക്ക് വളരെ സൗകര്യപ്രദമായിരുന്നു. ഒരു ബുദ്ധിമുട്ടും ഉണ്ടായിരുന്നില്ല. നമ്മുടെ ഒരു അഫിഡവിറ്റോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു കോപ്പിയോ എന്തെങ്കിലും ഒന്ന് രേഖ വെച്ചാൽ നമുക്ക് ആധാർ കാർഡ് അപ്ഡേറ്റ് ചെയ്യാൻ സാധിക്കുമായിരുന്നു. പക്ഷേ ഇപ്പോൾ ആധാർ കാർഡ് അപ്ഡേറ്റ് ചെയ്യണമെങ്കിൽ വളരെ ബുദ്ധിമുട്ടാണ്. നമ്മൾ കറക്റ്റായിട്ടുള്ള രേഖ തന്നെ കൊടുക്കണം. ഗസറ്റ് നോട്ടിഫിക്കേഷൻ പോലത്തെ വളരെ ഇമ്പോർട്ടൻ്റ് രേഖകൾ തന്നെ കൊടുക്കണം. ഏതായാലും ആധാർ കാർഡ് എല്ലാ ആളുകളും ജസ്റ്റ് ഒന്ന് പരിശോധന നടത്തുക. എന്തെല്ലാം തെറ്റുകളുണ്ടെന്ന് മനസ്സിലാക്കുക. എല്ലാ തെറ്റുകളും ഒരുമിച്ച് തന്നെ തീർക്കാനും ശ്രമിക്കുക. അതിനനുസരിച്ചുള്ള കാര്യങ്ങൾ കൂടി ചെയ്യുക. എങ്കിൽ മാത്രമാണ് തുടർന്ന് നിങ്ങൾക്ക് ആധാർ സംബന്ധമായിട്ടുള്ള സേവനങ്ങൾ ലഭിക്കുകയുള്ളൂ. ഓരോ പഞ്ചായത്തിലും ഒന്നിൽ കൂടുതൽ അക്ഷയകൾ ഉണ്ടാകും. അവിടെ ആധാർ എൻറോൾമെൻറ്റ് സർവീസിൽ ചെയ്യുന്ന ആളുകളും ഉണ്ടാകും. അവരുടെ അടുത്ത് പോയി എന്തെല്ലാം കാര്യങ്ങൾ ചെയ്യണമെന്ന് കൃത്യമായി പറഞ്ഞു തന്നാൽ അവർ കൃത്യമായി തന്നെ അതിൻ്റെ ഡീറ്റെയിൽസും പറഞ്ഞു തരും. അത് നിങ്ങൾക്ക് ഇനി വാട്സപ്പിൽ എൻ്റെ വാട്സപ്പ് നമ്പർ താഴെ കൊടുക്കുന്നുണ്ട്. ആ വാട്സപ്പ് നമ്പറിൽ നിങ്ങൾക്ക് ബന്ധപ്പെട്ട് കഴിഞ്ഞാലും നിങ്ങൾക്ക് കാര്യങ്ങൾ മനസ്സിലാക്കാൻ സാധിക്കും. വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. ഇതുപോലത്തെ ഇൻഫോർമേറ്റീവ് വീഡിയോ ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റു കൂട്ടുകാരിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. ഫേസ്ബുക്കിലാണ് വീഡിയോ കാണുമെങ്കിൽ ചാനൽ ഫോളോ ചെയ്യാൻ കൂടി മറക്കരുത്. നമുക്കൊരു പുതിയ വീഡിയോസുമായി കാണാം. അതുവരേക്കും എല്ലാ കൂട്ടുകാർക്കും നന്ദി, നമസ്കാരം.